ഔട്ട്ഫിറ്റിലെ ദിവസം ഔട്ടിരിക്കുന്നു. ഇതിനൊരു 35K ഉണ്ട്. പിന്നെ ഇതൊരു 5K ആൻഡ് ദിസ് ഇസ് 2K. ഹലോ, എന്താ പരിപാടി? ഷോപ്പിങ്ങിന് പോണ്ടേ? ഗൈസ്, അത് ഞാൻ പറയാൻ മറന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ 12 മണിക്ക് എല്ലാവരും സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പം ഇന്ന് ജസ്റ്റ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് സ്ലോ മോഷൻ ട്രാൻസിഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കായിരുന്നു. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങിന് പോവാണ്. നാളെ ഇടാൻ പോണ ഡ്രസ്സ് അത് ഞാൻ ഇന്നാണ് വാങ്ങണത്. ഞാനും നാളെ ഇടാനുള്ള ഡ്രസ്സ് ഇന്ന് ഞാൻ വാങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് പോവാം. ഇത് നമ്മളെ ഷോപ്പിലത്തെ ഡ്രസ്സാണ്, കോസ്റ്റ്യൂമാണ്. എന്റെ ഔട്ട്ഫിറ്റ് ചെക്കാണ്, നോക്കിക്കോട്ടോ. അവിടെ നിക്കിന്റെ ഔട്ട്ഫിറ്റ് ചെക്ക് നോക്ക്. എങ്ങനെയുണ്ട്? ഇതിനൊരു 10K ആൻഡ് ഇതിനൊരു 35K ഉണ്ട്. പിന്നെ ഇതൊരു 5K ആൻഡ് ദിസ് ഇസ് 2K ആൻഡ് ദിസ് ഇസ് ഒരു മിനിമം ഒരു എത്രയാ 20K, റൈറ്റ്? യാ. ടോട്ടൽ എല്ലാം കൂടെ കൂടി 250 രൂപ. അതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ് വേർത്ത്. അല്ലട്ടോ, ഈ ടീഷർട്ടിന് എത്ര? ടീഷർട്ട് 599 ആണോ? ആണോ? അല്ലെ 499. കൂളിംഗ് ഗ്ലാസിന് 250 ഇത്രയാണ്. ഇത് അവിടെ തന്നെ 200. ഇത് 7999. ഇത് ഇതിനോ പാനിനോ? ഇത് എത്രയാണെന്ന് എനിക്കറിയാം. കുറച്ച് മുന്നേ വാങ്ങിയത്. ഇതെന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിയതാ. ഏത്? ഈ ചെരുപ്പ്, ഈ ഷൂ അല്ലേ? തോന്നുന്നു ആണ് എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിയതാ ഷൂ. ഇവരിവിടെ സ്ലോ മോഷൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഔട്ട്ഫിറ്റിലെ ദിവസം ഔട്ടിരിക്കുന്നു. വെയില് കൊണ്ട് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ദിയമോക്ക് നാളെ ഹിന്ദിയാണ് കേട്ടോ എക്സാം. നമുക്ക് പിന്നെ പോയി വന്നിട്ട് വേണം ഹിന്ദി പഠിക്കാനായിട്ട്. വാവേ നടക്കങ്ങോട്ടേ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് പോയാലോ? ഞങ്ങളിപ്പം മഞ്ചേരിയിലോട്ടാണ് പോണത്. മഞ്ചേരി നിങ്ങൾക്ക് അറിയണ്ടാവും അറിയില്ല, പക്ഷെ ഈ ഭാഗത്തുള്ളവർക്ക് അറിയാം. ഫ്രണ്ട്സ്, നമ്മൾ മഞ്ചേരിയിൽ എത്തിയിരിക്കുന്നു അറ്റ് ലാസ്റ്റ്. ദേവ് ഒരു റീല് കണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ദേവ് ഒരു റീല് കണ്ടു ഇവിടെ മഞ്ചേരി പിൻട്രസ്റ്റ് മോഡല് ഡ്രസ് ഇടുന്ന കട ഉണ്ട്. അത് എവിടെ നോക്കണ്ട, നമുക്ക് ഈ അടുത്ത ബൈപ്പാസ് തിരിയണേനും വണ്ടി നിർത്തി നോക്കണം, എന്നിട്ട് വേണം പോവാൻ. കാരണം അങ്ങടിയിലോട്ടൊക്കെ പോകണമെങ്കിൽ റിസ്ക് ആണ്. ആ സിനിമ വിട്ടല്ലോ, ആടുണ്ടാവും. പരപര പപ്പ ആടല്ല, ആരെ മുഖം കണ്ടറിയാം, ആട് കണ്ടിട്ട് നോക്കി നോക്ക്. എല്ലാരും മുഖത്തൊരു വൻ പ്രതീക്ഷയോട് പോയിട്ട് പ്രതീക്ഷിച്ചത്ര നല്ല സിനിമ കാണാൻ പറ്റാത്തൊരു നിരാശ ഉണ്ടാവും എല്ലാരും മുഖത്ത്. അതാണ് ആട്. അത്ര തള്ളി മറിച്ച ആൾക്കാര്. ഇതിപ്പം ആട് 1ഉം 2ഉം ഒക്കെ ഇഷ്ടപ്പെട്ട പടമാണ് എനിക്ക്. അപ്പം അതിന്റെ മേലെ ലെവലിലൊരു പടമായിരിക്കും വിചാരിച്ചു പോയി. പക്ഷെ അതിന്റെ താഴെ ലെവലാന്ന് ആദ്യം അറിയണമെങ്കിൽ നമ്മൾ അങ്ങനെ പോകുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെടും. ഞങ്ങള് 3 പക്ഷി ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം തപ്പി നടക്കായിരുന്നു. അപ്പോഴാണ് നമ്മളെ ലൊക്കേഷൻ ഇട്ട് പോകുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് സൈൻ ലാബ് എന്ന് മനസ്സിലാക്കിയത്. അപ്പം ഒരു സൈൻ ലാബ് കണ്ട ഹാപ്പിയില് നമുക്ക് കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ സ്ഥലം എത്തി. എല്ലാം ഒരു ഒറ്റ പരിപാടിയിൽ നടന്നു.
ലൈറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പം മനസ്സിൽ വരും. വാവ എവിടെ എന്റെ വാവ? അങ്ങനെ ചുട്ടി പിടിക്കും. എന്താ വാവേന്റെ കൈ പിടിച്ചോട്ടോ. വാങ്ങാൻ പോവാണ്. എന്റെ സൈൻ ലെബനിട്ട് ചീസ് ബോംബ് ഇതുവരെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടേ? ബബിൾ ടീ. ഒരു ബ്രൗൺ ബബിൾ ആണോ? ഇപ്പൊ എന്താ ഉള്ളത്? അന്ന് വാങ്ങി ന്യൂട്രല്ല പിസ്താഷ്യോ അതിന്റെ കൊറേ വെറൈറ്റികളുണ്ട്. അന്ന് വാങ്ങിച്ചു ഇവിടുന്ന് വാങ്ങിച്ചു. പിന്നെ ദേവ് എന്താ അവിടെ ഇറച്ചി കായില്ലാത്തൊരുക്കണ വഴി നിക്കണേ? വൈകുന്നേരം കഴിക്കാം. എല്ലാത്തിന്റെ അടിയിൽ കേക്ക് ഉണ്ട്. ആണോ? കേക്ക് ഇഷ്ടമല്ല. വൈകുന്നേരം വന്നിട്ട് കഴിക്കാം അല്ലേ? ആ ഒരു ചീസ് ബോംബിന്റെ ആ ഒരു ക്രേവിങ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഇവരൊക്കെ ചായ കുടിച്ചു. എനിക്ക് സൈൻ ലെബൻ തിന്നാതുകൊണ്ട് എന്തോ മതി. അപ്പം വരുന്ന വഴിക്ക് കഴിക്കാന്ന് പറഞ്ഞു. എന്നാലേ ഇവിടെ ഇപ്പം ഇതില്ല, ഇത് ചീസ് ബോംബ് ഇല്ല. ചീസ് ബോംബ് 6:30 ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിയിട്ട് ഇവിടെ വന്ന് കഴിക്കാന്ന് വിചാരിച്ചു. Exactly what I'm talking about. അവിടെ ഉണ്ടല്ലോ, അത് സിലിക്കോൺ ആണല്ലേ, സൈലോൺ, അത് ആണുങ്ങളതാ. നോക്കി നോക്ക്. ഇതൊക്കെ എത്ര തപ്പിടുന്ന സാധനം അറിയോ? ആ ശരിയാണല്ലോ, ചൈനത്തെ യൂണിഫോം. ഫ്രണ്ട്സിൻ്റെത് മുകളിലാണ് ഗൈസ്. നോക്ക് ദേവോ. ഞാൻ നോക്കണേ. ആണോ? ഇതോ? ഇതൊക്കെ ചൂടെടുക്കാനായി. നാളെ ഉദ്ദേശിക്കണത് ഇതൊന്ന് ഇട്ടോക്കട്ടോ. പപ്പിക്ക് അടിച്ചെടുക്കാല്ലേ? രസമുണ്ട്, നല്ല രസമുണ്ട്, എനിക്കിഷ്ടായി. ദേവനില്ലാത്തൊരു മോഡലാണ്. എനിക്ക് ഉടുപ്പാണ് പൊതുവെ കുറവാണല്ലോ. നല്ല രസമുണ്ട്. വരുന്നത് എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഈ പാവാടയ്ക്ക് കുറച്ചുകൂടി വലിപ്പമുള്ളതുണ്ടോ? ഞാൻ കംഫർട്ടബിൾ ആണോ? ഇതിന് ഇത്ര തന്നെ ഇറക്കി, ഇപ്പൊ അവിടേക്ക് ഇത്ര തന്നെ ഇറക്കുണ്ടാവുള്ളൂ. നല്ലോണം ഇറക്കിട്ടോ. ആണോ? അല്ല, മീഡിയം ആണോ? മീഡിയം. ഞാൻ മേളിലേക്ക് പോയി നോക്കട്ടെ. ഇത് രസമുണ്ട്. ഇതൊന്ന് പെൻഡിങ് വെച്ചോളാം. ഞാൻ ആ കോട്ടുള്ള ഫ്രോക്ക് തന്നെ എടുത്തു. വേറെ ഒന്നും എടുത്തില്ല, അത് മാത്രമേ എടുത്തില്ല. അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് എയിം നാളെ ഇടാനുള്ള ഡ്രസ്സ് അത് തന്നെ ഉള്ളൂ. അതാണ് ഞാൻ നാളെ ഇടണത്. മീൻസ് ഈ മാർച്ച് 24 ഇടണത്. മോക്കൊന്നും കിട്ടിയില്ല കേട്ടോ ഇവിടുന്ന്. ഞാനെന്തായാലും വേറെ കടയാണ്. ഹൈപ്പർ മാർക്കറ്റിൽ പോവും, അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്. ദേവം എന്താ ക്ഷീണിച്ചോ ഇരിക്കണേ? പോവാ. ദിയമോക്ക് സൂപ്പർ മാർക്കറ്റ് കയറണം എന്ന് പറഞ്ഞു. കാരണം ദിയമോക്ക് എവിടെ പോയാലും ആ ഹൈപ്പർ മാർക്കറ്റ് ഒരു വീക്ക്നെസ് ആണ്. സോ ദിയമോക്ക് ഡ്രസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ ദിയമോക്ക് പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മതിയായിരുന്നു. അവിടെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് കണ്ടു. എന്തിന്? ഒരു റേസറോ പെൻസിലോ എന്തെങ്കിലും. അതെ, നിലമ്പൂരിൽ ഒരു സൂപ്പർ കിഡിലൻ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീനട്ട് ബട്ടർ. ഇതോ? ആണോ? ദിയമോളെ എവിടെ? ആണോ? ഫ്രണ്ട്സ്, ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടൊരു എന്താ പറയാൻ എനിക്കറിയില്ല, കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. കുറേ ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇതിന്ന് എടുത്തിട്ട്
വെച്ചിട്ടാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് ജ്യൂസ് കുടിക്കാം. അപ്പം ഞങ്ങളിപ്പോൾ ഫ്രൂട്ട്സ് ആണ് കഴിക്കണത്. ഫ്രൂട്ട്സിന്റെ ഇത് അവിടെ വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, റെഫ്രിജറേറ്ററിൽ. ഫ്രൂട്ട്സിന്റെ ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങള് കഴിക്കണം. ഷോ ഇത് എന്തിരുത്താ ദേവം ഇരിക്കണത്? ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് കഴിച്ച് ഞാൻ ഒന്നും കഴിച്ചില്ല, കാരണം എനിക്ക് സൈൻ ലെബൻ തിന്നണം. അവിടെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പുറത്ത് തന്നെയാണ് തൊട്ടിപ്പുറത്ത്. മൊത്തം ചെലവാണ്. ദിയമോക്ക് മാത്രം എന്റെ അവസ്ഥ മനസ്സിലായി. മൊത്തം ചെലവാണ്. അതെ, ഞാൻ പറഞ്ഞില്ലേ ദേവ് തൊള്ള തുറന്ന കായ്ക്ക് ചെലവാ. ഞാൻ ഇവിടെ കയറണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സൈൻ ലെബൻ എന്നാലും പോകുന്നില്ലേ ചേട്ടായിട്ട്. സുന്നോള് ബാഗ് മറന്നു വെച്ച് പോകുന്നു ഫ്രൂട്ട്സിന്റെ ഇടയില്. പോലെ എന്നാ വാ. ദിയമോൾ എങ്ങനെ അറിയിച്ചിരിക്കുക? അങ്ങനെ ചിരിക്ക അടിക്കോ? ഇങ്ങനെ അല്ല ദേവ്, നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളു, ഇത്ര പെട്ടെന്ന് തിന്നു കഴിഞ്ഞോ? പിന്നെ ആരുടെയാ? ഞാൻ വിചാരിച്ചു ഓർഡർ കഴിഞ്ഞ് സാധനം കിട്ടി തീറ്റ കഴിഞ്ഞു. അല്ല, ഞങ്ങള് വരുന്നതിന് മുന്നേ പാത്രം കാലി. അതെ. എന്താ ഓർഡർ ചെയ്തത്? ചീസ് ബോംബ്. ടോക്കൺ നമ്പർ 236. വാവയ്ക്ക് നാളെ ഹിന്ദിന്റെ എക്സാം ആണ്. ബട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? അതെല്ലാം അങ്ങനെ തരുന്നത്. അല്ലെങ്കിൽ കുഞ്ഞ് അപ്പുറത്തിരുന്നോ? ഫ്രണ്ട്സ് അവര് നടന്നു വരുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു എന്നോട്. അപ്പൊ ഭയങ്കര അഭിനയാണ് കേട്ടോ. എന്തൊക്കെയാ ഞാൻ കഴിച്ചത് ഇതിലുണ്ട്. എന്താ ചിക്കു ജ്യൂസ്. അതാണോ? ഞാൻ ഇവിടെ വന്നിട്ട് സൈലവ മാത്രമേ തിന്നണുള്ളൂ. പിന്നെ ആ ഫ്രൂട്ട്സും. ഇപ്പത്തെ തിരക്കൊക്കെ പെരും തിരക്ക്. അമ്മയ്ക്ക് KFC വേണമെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട്. അമ്മയ്ക്ക് വേണ്ട. ഇനി നമ്മള് വേറെ വീട്ടിലോട്ടാ പോണത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ദിയമോൾക്ക് നാളെ പരീക്ഷ ഉണ്ട്. ദിയമോള് പഠിച്ചിട്ടില്ല. ഐ മീൻ കുറച്ച് മുന്നേ പ്രിപ്പയർ ചെയ്തതാണ്. ഇനി നമ്മൾ രാവിലെ എണീറ്റിട്ട് നോക്കാന്നാണ് പറഞ്ഞത്. അല്ല, ഇപ്പൊ പെട്ടെന്ന് നോക്കണം, ജസ്റ്റ് ഒന്ന് നോക്കണം, അല്ലെങ്കിലേ പ്രശ്നം. പിന്നെ ബാക്കിയുള്ളത് ഫോണിന് പിന്നെ കുറച്ചു നേരം പഠിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നു. ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല എവിടെയും. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിച്ച് വേഗം പോന്നു. ഇനി ഫ്രഷ് ആകുന്നു, തല അനക്കണ്ട, എനിക്ക് ഫ്രഷ് ആകുന്നു, കിടന്നുറങ്ങുന്നു. അതാണ്. ദേവന് കിടന്നുറങ്ങിയാൽ മതി, ദിയക്ക് പഠിക്കണം. എന്ത് എക്സാം കഴിഞ്ഞല്ലോ, ഞാൻ കിടന്നുറങ്ങാതെ നിന്നിട്ടുണ്ട്, യുനോ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നാളത്തെ സ്പെഷ്യൽ വീഡിയോ വരുന്നതാണ് ഗൈസ്. സോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ തന്നെ വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.